സർവകലാശാല ഭേദഗതി രണ്ടാം ബില്ലിന് ഗവർണറുടെ അനുമതി. നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് ഗവർണർ അനുമതി നൽകിയത്. കുസാറ്റ്, KTU, മലയാളം സർവകലാശാല ബില്ലുകൾക്കാണ് അനുമതി കിട്ടാത്തതിനാൽ നേരത്തെ ബിൽ അവതരണം മാറ്റിയിരുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, നേരത്തെ പറഞ്ഞതുപോലെ ഈ ബില്ലിന് അനുമതി ഉണ്ടായിരുന്നില്ല. വീണ്ടും ഗവർണർ അതിന് മുൻകൂർ അനുമതി നൽകിയിരിക്കുകയാണ്. ഏതെല്ലാം സർവകലാശാലകളെയാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സർവകലാശാല നിയമ ഭേദഗതിയിൽ രണ്ടാം ബില്ലിനാണ് ഗവർണർ ഇപ്പോൾ മുൻകൂർ അനുമതി നൽകിയിരിക്കുന്നത്. കുസാറ്റ്, KTU, മലയാളം സർവകലാശാലകളുടെ നിയമ ഭേദഗതി ബില്ലിനാണ് ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള മുൻകൂർ അനുമതി ഗവർണർ നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ അനുമതി നൽകാത്തതിനാൽ ബില്ലിന്റെ അവതരണം സർക്കാർ മാറ്റിവെച്ചിരുന്നു. ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നു, പ്രോ ചാൻസലർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ബില്ലിൽ കൂടുതൽ അംഗീകാരം നൽകുന്നു തുടങ്ങിയ പരാതികൾ ബില്ലിനെതിരെ ഉയർന്നതാണ്. കഴിഞ്ഞ ദിവസം നിയമമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണർക്ക് വിശദീകരണം നൽകിയതിന് പിന്നാലെയാണ് ബില്ലിന് മുൻകൂർ അനുമതി നൽകാൻ ഗവർണർ തയ്യാറായത്. മനസ്സിലാകുന്നതനുസരിച്ച് ഈ മാസം 20-നായിരിക്കും ഈ ബില്ലിന്റെ അവതരണം ഉണ്ടാകുക. നീലിമ. ശരി പ്രജിത്ത്.